ഈ സുന്ദരിക്കുട്ടി. ഇവിടെ ഒരു ഉമ്മ, അത്രേ വേണ്ടു. ഞങ്ങൾക്ക് ഒന്ന് കിട്ടിയേ കൊള്ളാമായിരുന്നു. വേഗം ധൃതി വെക്കാതെ അവള് തരും. നിന്നോടാ പറഞ്ഞേ. ഇങ്ങോട്ട് മാറുന്നില്ല. എന്താ അവനടിക്കട്ടെ. കിട്ടേണ്ടത് കിട്ടിയില്ലേ? ഇനി മോൻ വീട്ടിൽ പോ. മോള് പേടിക്കണ്ട. ഇനി മോളെ ആരും ശല്യപ്പെടുത്തത്തില്ല. കേറ്, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ഇതെങ്ങാനോ ആ വിമല അറിഞ്ഞാണ്ടല്ലോ ഓടിക്കും നിന്നെ. നീ എന്താ വിമലയെ കുറിച്ച് കരുതിയത്? വിമലയുടെ എല്ലാമാണ് ആ കുട്ടി. സ്വന്തം ജീവിതം വരെ വേണ്ടെന്ന് വെച്ചിട്ടാ അവൾ അവർക്ക് വേണ്ടി ജീവിക്കുന്നത്. ആ ഒരു സാഹചര്യത്തില് ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യാനില്ല. എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളാം. ഈ ബന്ധത്തിന്റെ പേരും പറഞ്ഞ് വിമല ഈ വീടിന്റെ പടി ചവിട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതെനിക്ക് നിർബന്ധ. അതല്ലാന്ന് വെച്ചാൽ നിനക്ക് പോകാം. നിന്റെ സ്നേഹം സിൻസിയർ ആണെന്ന് എനിക്കറിയാം. ഊമയാണെന്ന് അറിഞ്ഞിട്ടും നീ നിന്റെ നിലപാട് മാറ്റിയില്ലല്ലോ. നീ പറയാറുള്ള ബാങ്ക് ഏതാണെന്ന് എനിക്ക് ഇപ്പൊ പിടിയിട്ടു. അവിടുന്ന് നിനക്കൊരു ലോൺ സംഘടിപ്പിച്ചു തരാമോന്ന് ഞാനൊന്ന് ശ്രമിക്കാം. പക്ഷേ കാത്തിരിക്കേണ്ടി വരും. വേണു, എന്താ വേണു, എന്താ ഉണ്ടായേ? എന്ത്? എന്റെ ഉണ്ണി അവരെന്താ ചെയ്തത്? അതോ, ആ പിള്ളേരുടെ ഒരു തമാശ. നമ്മുടെ ഉണ്ണിമായ ഇങ്ങോട്ട് വരുമ്പോ അവന്മാരെന്തോ ഒരു കമന്റ് പറഞ്ഞു. എന്റെ അമ്മോ, ഉണ്ണിമായ ശരിക്കും അവന്മാരെ വിരട്ടിക്കളഞ്ഞില്ലയോ? പോരാഞ്ഞിട്ട് ഒരുത്തന്റെ മുഖത്ത് നോക്കി ഒന്ന് പൊട്ടിക്കുകയും ചെയ്തു. വിമലയുടെ അല്ലേ അനിയത്തി. ഇതൊന്നും അല്ല രസം. നമ്മുടെ ഉണ്ണികൃഷ്ണൻ അവന്മാരെ ശരിക്കും അങ്ങ് പെരുമാറുകയും ചെയ്തു. ദേ, ആ പ്രശ്നം അതോടെ അവസാനിച്ചു. ഇനി വെറുതെ കുത്തിപ്പൊക്കരുത്. വിമല പോയട്ടെ. ശരി. ഓ, രക്ഷപ്പെട്ടു. അവിവാഹിതരായ ആരെയും കാണുന്നില്ലല്ലോ. ഇനിയിപ്പോ ഞാനറിയാതെ എല്ലാരും കല്യാണം കഴിച്ചങ്ങ് പോയോ? രാവിലെ വടക്കവശത്ത് കാക്ക കരഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചതായിരുന്നു നല്ലൊരു കോളുണ്ടെന്ന്. അതെ, നല്ലൊരു കോളുമായിട്ടായി കമലാസൻ വന്നിരിക്കുന്നത്. ആർക്കാ? ഗംഗയ്ക്കോ യമുനയ്ക്കോ? അതെ, ഗംഗയായാലും യമുനയായാലും പെരിയാറായാലും കരമനയാറായാലും ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇവിടെ. കണ്ണു വെക്കില്ലേ എന്റെ ചേട്ടാ? എനിക്ക് കണ്ണു വച്ചല്ലേ പറ്റൂ. എന്നാ കേൾക്കട്ടെ. ആലോചിക്കാൻ മറട്ടെ. ആദ്യം ശമ്പള പരിഷ്കരണം, എന്നിട്ട് മതി കല്യാണാലോചനയൊക്കെ. ഞങ്ങൾ സീരിയസ് ആയി പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോ വെറും ഒരു പണിക്കാരനായ നീ വന്ന് തമാശക്കല്ലേ? തമാശയൊക്കെ പറയാൻ കല്യാണത്തിന്റെ തലേ ദിവസം ഒരു അരമണിക്കൂർ തരാം നിന്റെ മിമിക്രി ഷോ കാണിക്കാൻ. നിർത്തണോ? 10 പറ്റ പെണ്ണുങ്ങളുടെയും 5 കെട്ടി ആണുങ്ങളുടെയും കല്യാണമല്ല താൻ ഇതുവരെ നടത്തിയിട്ടുള്ളൂ. എന്നെ തന്തയ്ക്ക് വിളിച്ചാലും ഞാനങ്ങ് ക്ഷമിക്കും കേട്ടോ. പക്ഷെ എന്റെ പ്രൊഫഷനെ ചോദ്യം ചെയ്താലുണ്ടല്ലോ. എന്താടോ ഓടോ? കണ്ടകശനി നിൽക്കുമ്പോ ശുഭകാര്യങ്ങൾ പറയാൻ പാടില്ല. എന്റെ ചോദ്യത്തിന് ചേച്ചി മറുപടി പറഞ്ഞില്ല. ഓ, ഇത് പറയാനാണോ സ്വാമി രാവിലെ കുറ്റിമറിച്ചോണ്ട് പോകുന്നത്? വരട്ടെ, നമുക്ക് ആലോചിക്കാൻ സമയമുണ്ടല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ടേ ഞാൻ ആ പഴയ 4000 തന്നെ നിൽക്കുക. സമയം കൊണ്ട് മാറി നിൽക്കുന്ന എന്നാ കളിയാക്കുവാണോ? അതുകൊണ്ട് എനിക്ക് ശമ്പള പരിഷ്കരണം അനിവാര്യമാണ്. എനിക്ക് കൂട്ടി തന്നാ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ടാക്കീസ് ഇട്ടിട്ട് പാട്ടിന് പോ. സമാധാനമായി. ടാക്കീസ് അടഞ്ഞു കിടന്നാലും വേണ്ടില്ല, നീ പോ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ചേച്ചി ചൂലൊന്ന് പിടിച്ചേ. ചേച്ചി ചൂല് വെച്ച് എത്ര വേണേലും എന്നെ അടിച്ചു. ഞാനിവിടെ 2 കൈയും കെട്ടി നിന്ന് കൊണ്ടോളാം. പക്ഷെ ഷോ ഇല്ലാതെ അടഞ്ഞു കിടക്കുന്ന മഹാരായ ടാക്കീസിന്റെ ഗേറ്റ് വന്ന് കാണാൻ ഞാൻ ജീവനോടെ ഉണ്ടായില്ല. ഞാൻ പറഞ്ഞതാ. അത് നേരം സ്വാമിയേട്ടൻ പറഞ്ഞതാ.
ഓഹോ എന്റെ കൊച്ചേ, എന്റെ വായിന്നൊരു ചെറിയ അബദ്ധം ചാടിയെന്ന് കരുതി ഇങ്ങനെ കയറി മേളായിക്കല്ലേ. ഞാൻ ശമ്പളം കൂട്ടി ചോദിച്ചില്ലാലും അടുത്ത മാസം തൊട്ട് ചേച്ചി എനിക്ക് ശമ്പളം കൂട്ടി തരുമെന്ന് എനിക്ക് അറിയാം. ഈ വിമല ചേച്ചി ആള് ഭയങ്കര, എല്ലാം ഒളിപ്പിച്ചു വെക്കും. സോപ്പ് സോപ്പ്. അയ്യ സമയമായി മാറ്റിവിടെ. ശരി ശരി. ഓ രക്ഷപ്പെട്ടു. ഞാൻ ഇന്ന് രാവിലെ ടാക്കീസ് അടിച്ചു വരുന്നതിനിടയില് നോക്കിയപ്പോ 4 പേര് സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ആര്? ആ ചക്കിപ്പൂച്ച 3 കുഞ്ഞുങ്ങളും. അത് പിന്നെ വന്നു. ഞാൻ ഓടിച്ചു വിട്ടായിരുന്നല്ലോ. എത്ര തവണ നമ്മൾ അടിച്ചോടിച്ചാലും ആ ചക്കി കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവിടെ തന്നെ വരും. കുഞ്ഞുങ്ങളെ നമ്മള് കാണാതെ ഒളിപ്പിച്ചു വെക്കാനേ ആ ചക്കിക്ക് വലിയ ബിരുദ. ആ അതുപോലൊരു ചക്കിപ്പൂച്ച ഇവിടെ ഉണ്ട്. അത് നമ്മുടെ ഉണ്ണിമായല്ലേ ചേച്ചി ഉദ്ദേശിച്ചേ? മിണ്ടാപ്പൂച്ചയാണല്ലോ കാലം അടയ്ക്കുന്നത്. എന്റെ ഉണ്ണി അല്ല, ഉണ്ണി നല്ല കുട്ടിയാ. പിന്നെ എന്താ ചേച്ചി? ഇതാരാ? അയ്യോ എന്താ മോളെ? ഒന്നുമില്ല. ഇത്തിരി വെള്ളം എടുത്ത് കുടിക്ക്. ഇതെങ്ങനെ ഇവിടെ വന്നു? എനിക്കറിയില്ല ചേച്ചി, ഞാനല്ല. എനിക്കറിയില്ല, ഞാൻ ഇപ്പഴാ കാണുന്നത്. സത്യം. വേണ്ട മോളെ, ആ കളി വേണ്ട. ഞാൻ ചെയ്ത മോശമായിപ്പോയി. വേണ്ടായിരുന്നു. ഏതോ ഒരു ഫോട്ടോ കിട്ടിയെന്നും പറഞ്ഞ് ഞാൻ എന്റെ കുട്ടികളെ വെറുതെ സംശയിച്ചു. പോട്ടെ. എന്തു ഇതെനിക്കറിയില്ല. എന്താ മോളെ, എന്നാ നീ കരയുന്നേ? ചേച്ചിനോട് പൊറുക്കണം. എന്തിനാ നീ കരയുന്നേ? എന്താ സംഭവിച്ചേ? ചേച്ചി ഇങ്ങനെ വിഷമിപ്പിക്കരുത്. ചേച്ചി, ആ ഫോട്ടോ ഞാനാ. അത്രേ ഉള്ളോ? ഞാനങ്ങ് പേടിച്ചു പോയി. സാരല്ല. ഇതിനാണോ നീ കരഞ്ഞേ? ഏതായാലും മോള് ചേച്ചിയോട് സമ്മതിച്ചല്ലോ, അത് മതി. ചേച്ചി എന്നോട്. ചേച്ചിക്ക് മോളോട് ഒരു ദേഷ്യവും ഇല്ല, ഒരു പിണക്കവും ഇല്ല. തീർന്നല്ലോ. അത് പിടിക്ക്, വാങ്ങിക്ക്. ആ നിങ്ങളൊക്കെ ഇപ്പൊ വലിയ കുട്ടികളായി. സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പ്രായവും പക്വതയായി. ചേച്ചിക്കതിൽ വലിയ സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഫോട്ടോ ആരുടേതാണെന്നോ ഇയാളുമായിട്ട് മോക്ക് എത്രമാത്രം അടുപ്പമുണ്ടെന്നോ ചേച്ചി ചോദിക്കുന്നില്ല. പക്ഷേ മോക്ക് ഈ ചേച്ചിയേക്കാൾ വലുത് ഈ ആളാണെങ്കിൽ ഈ ഫോട്ടോ മോള് ഭദ്രമായിട്ട് സൂക്ഷിച്ചോ. അതല്ല, മോൾക്ക് വലുത് ഈ ചേച്ചിയാണെങ്കിൽ അതിപ്പോ തന്നെ കീറിക്കളഞ്ഞേക്കും. എനിക്കെന്റെ ചേച്ചി മതി. ചേച്ചിനെ മനസ്സ് വേദനിപ്പിച്ചിട്ട് എനിക്കൊന്നും വേണ്ട. എനിക്കാരും വേണ്ട. കരയണ്ട, കരയണ്ട. എന്തെങ്കിലും പറയാനുണ്ടെ ഫോണിൽ വിളിച്ച് പറഞ്ഞാ മതി. ഇവിടുന്നൊക്കെ വീണാ പിന്നെ കല്യാണം കഴിച്ചിട്ട് കാര്യമില്ല. ആഭ്യന്തരമന്ത്രിയിൽ കമ്പൂത്തി കയറി. ഇത്രയും സ്പീഡിലോടുന്ന ഇവരൊക്കെ ഇവിടെ ഉണ്ടായിട്ടും PT ഉഷക്കൊക്കെ അവാർഡ് കൊടുത്തത് ആരാണോ? ഇപ്പൊ ഞാൻ സുരക്ഷിതനായി. നീ ആരെയാടാ നോക്കുന്നേ? ഇനി ചേച്ചി ഓടിക്കോ, ഞാൻ പിടിക്കാൻ വരാം. നീ അത്രക്കായോടാ? അല്ല, ചേച്ചി കാണുന്ന പോലൊന്നും അല്ല, ഞാൻ ആള് പക്ക ഡീസന്റാ. ഇഷ്ടപ്പെട്ടു പോയി, ക്ഷമിക്കണം, ഒന്നും ചെയ്യരുത്. ഒരാളെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതി ചേച്ചി ഇങ്ങനൊന്നും പെരുമാറരുതായിരുന്നു.
വിമലേച്ചിയുടെ ചില സമയത്തുള്ള സ്വഭാവം കണ്ട വെട്ടൊന്ന് തുണ്ടരണ്ടെന്നുള്ള രീതിയില. അങ്ങനെയൊന്നും പാടില്ല. ഓ സംഭവിച്ചൊന്നും അറിയില്ല. ആ വിഷയം വിട്ടേക്കമ്മനെ. ഇനി ചേച്ചി കേട്ടിട്ട് അതൊന്നും പറയിപ്പിക്കണ്ട. ഒന്നാമത് ഞാൻ കാര്യല്ലേ പറഞ്ഞത്. നിനക്ക് എത്ര തവണ പല സ്ഥലത്തുനിന്ന് ഇന്റർവ്യൂ കാർഡ് വന്നതാ. എന്താ പോകാഞ്ഞേ? ചേച്ചിക്ക് താല്പര്യമില്ലാത്രേ. ഈ നാട്ടിൽ എത്രയോ പെൺകുട്ടികൾ ദൂരസ്ഥലത്ത് ജോലിക്ക് പോകുന്നുണ്ട്. അവർക്കുണ്ട് ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ. ലോകത്താരും പറയാത്ത തടസ്സവാദങ്ങളാ ചേച്ചി പറയുന്നത്. നമുക്കില്ലേ ചില ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഒക്കെ. ഇനി ചേച്ചി ഇത് മനസ്സിലാക്കാത്തതാണോ അതോ കണ്ടില്ലെന്ന് വെക്കുന്നതാണോ? എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞു, അത്ര തന്നെ. അയ്യടാ, പടം തീർന്നത് അറിയേണ്ട സുഖമായിട്ട് അങ്ങ് ഉറങ്ങുമായിരുന്നോ? സിനിമ കാണാൻ പറ്റിയൊരു പ്രായം. ഇറങ്ങി മൂപ്പിലാണ് ഇങ്ങോട്ട്. ഒന്ന് മയങ്ങിപ്പോയി. ആ, അത് കണ്ടപ്പോ മനസ്സിലായി. ഇങ്ങോട്ട് ഇറങ്ങിക്കേ. ഡോർ അടയ്ക്കണം. നേരം പാതിരാത്രി ഓരോരുത്തർ മനുഷ്യനെ മെനക്കെടുത്താൻ വന്നേക്കുന്നു. ഇറങ്ങിക്കേ. ആ, ഇറങ്ങി ഇറങ്ങ്. ഒന്ന് വേഗം ഇറങ്ങ്. വേഗമാട്ടെ. ഒറ്റ ഒരെണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. എല്ലാം കള്ളന്മാരാ. എന്താ വിമലേ? ഒന്നുമില്ല. നിന്നെ ഞാൻ വച്ചേക്കരടി. ആഹാ, അത്രയ്ക്ക് നീ നിനക്കൊന്നും പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇതെല്ലാം എടുത്തിട്ട് എങ്ങോട്ടാ? മുമ്പിൽ നിന്ന് മാറേ. എങ്ങോട്ടാന്ന് പറയാതെ ഞാൻ മാറില്ല. എന്റെ ഇഷ്ടം പറഞ്ഞ് ഞാൻ ജീവിക്കും. നീ ആരാ ചോദിക്കാൻ? ഇല്ല. ഞാൻ കേറാൻ പറഞ്ഞേ. ക്ഷമിക്കണം, പ്രമാണം എഴുതി മുഴുവൻ പണം രാഘവനാഥൻ ഞങ്ങളോട് വാങ്ങി.